സദ്യയൊക്കെ കഴിച്ചതിന്റെ ചെറിയൊരു ആലസ്യമൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നല്ലൊരു കയ്യടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഉഷാറാവല്ലോ. എല്ലാവരും ഒരു കയ്യടി. യെസ്, ആരാന്ന് പറയാം ഒന്ന് രണ്ട് വാക്ക് വിഷുവിനെ പറ്റി. വിഷുവില് എങ്ങനെയായിരുന്നു നിങ്ങളൊക്കെ? വിഷുവിന് വിഷുക്കണി ഉണ്ടാക്കും, കണി ഉണ്ടാക്കും. എന്നിട്ട് കുട്ടികളെയൊക്കെ വിളിച്ചെനിപ്പിച്ച് വെളുപ്പിന് കണി കാണിക്കും. പിന്നെ നല്ലൊരു സദ്യയൊക്കെ ഉണ്ടാക്കും. എല്ലാരും കൂടും, എല്ലാം ചേർത്ത് കുട്ടികൾക്ക് വിഷു കൈനീട്ടം കൊടുക്കും. നല്ല പാട്ട് പാടാൻ ഒരാൾ ഉണ്ടായിരുന്നല്ലോ, ഞാൻ നേരത്തെ നോക്കി വെച്ചായിരുന്നു. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് എന്താണൊന്നും മിണ്ടാതിരിക്കുന്നേ. നമുക്ക് ഒരു 2 വരി പാട്ട് പാടിയാലോ? പാട്ടുകാരി പെണ്ണേ നീ ഒരു പന്തലിലേറി എന്റെ വീട്ടുകാരി ആയി വരുവാൻ വാക്ക് തരാമോ? അടിപൊളി. അന്തിക്കന്റെ മൺപുരയിൽ തീ കൊളുത്തേണം, ഇനി പോയ പട്ടുമാർ തിന്നി തരണം. സൂപ്പർ സൂപ്പർ. അപ്പൊ നമുക്ക് വേണ്ടി ഇത്രയും അടിപൊളിയായിട്ട് പാട്ട് പാടിയ നമ്മുടെ തങ്കമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. ഡീപോൾ കാർ ഷാംപൂ, ഡിഷ് വാഷ് ആൻഡ് ടോയ്ലറ്റ് ക്ലീനർ ആണ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കാർ കെയർ പ്രോഡക്റ്റ് ബ്രാൻഡായ ഡീപോൾ അവതരിപ്പിക്കുന്ന കാർ കെയർ ആൻഡ് ഹോം ക്ലീനിങ് പ്രോഡക്റ്റ്. സന്തോഷം ആയില്ലേ? ഹാപ്പി അല്ലേ? അപ്പൊ ഇന്നത്തെ സദ്യ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? എല്ലാവരും ഇഷ്ടപ്പെട്ടാ? അപ്പൊ നമുക്ക് ഷെഫിനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം. ഇതാണ് നമ്മുടെ ലതാ മാഡം. നമ്മുടെ മാഡമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഷെഫ്. വനിതാ ഷെഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോട്ടൽ മാനേജ്മെന്റ് എല്ലാം പഠിച്ച് ഔദ്യോഗികമായി ഒരു ഷെഫായ ഒരു വനിതാ മാഡമാണ്. പിന്നെ ഇതൊരു ചെറിയ ഷെഫ് ഒന്നും അല്ല, നമ്മുടെ പ്രൈം മിനിസ്റ്ററിന് വരെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ? മാഡത്തിന്റെ കൈകൊണ്ട് നമുക്കും അത് കഴിക്കാനുള്ള. അതെ അതെ, തീർച്ചയായും തീർച്ചയായും. എനിക്ക് ഇവരെ കാണാൻ പറ്റിയില്ലേ, അതൊരു ഭാഗ്യല്ലേ ശരിക്കും. പ്രായമുള്ള ആളുകൾക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കണേ. ഞാൻ സ്കൂൾ യുവജനോത്സവത്തിൽ വരെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. 10-35,000 പേർക്കൊക്കെ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊരു അനുഭവം എന്റേത് ആദ്യമായിട്ടാണ്. അതൊരു വല്ലാത്ത അനുഭവമാണ്. ഞാൻ എല്ലാവരുടെ മുഖങ്ങളിൽ എന്റെ അമ്മയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ വർഷം എന്റെ അമ്മ മരിച്ചുപോയി. അപ്പൊ ഈ വർഷം ഇന്ന് എന്റെ ജന്മദിനവും കൂടിയാണ് ദിവസം. അപ്പൊ ഇന്ന് നിങ്ങളുടെ കൂടെ കൂടാൻ പറ്റിയത് എനിക്കൊരു ഭയങ്കര അനുഗ്രഹം. അയ്യോ, സന്തോഷം സന്തോഷം. അപ്പം സിനോയ് ഷെഫ് നമുക്ക് ഇദ്ദേഹത്തെ നിങ്ങളെല്ലാം കണ്ട യൂട്യൂബിലും ഒക്കെ ആയിട്ട് വളരെ വൈറലായിട്ടുള്ള, വളരെ നമ്മളെ പോലെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ഷെഫാണ് സിനോയ് ഷെഫ്. ഞാനും ഏകദേശം 24 വർഷത്തോളമായി ഈ പാചകകലയിൽ. എനിക്കും ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു കുറെ അമ്മമാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഒപ്പം നിന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പൊ വലിയ സന്തോഷം. നമ്മൾ 2 ഷെഫ് കൂടെ ഉള്ളപ്പം നമ്മൾ ഷെഫ് ഓരോ റെസിപ്പി പറയും, അവരുണ്ടാക്കി കാണിക്കും. അവരൊരു റെസിപ്പി പറയുന്നത് കേട്ടിട്ട് അതിൽ ആരാണ് ആദ്യം ഏതാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയണം. ആക്ഷൻ മാത്രമേ കാണിക്കൂ. ഞാൻ പച്ചക്കായാണ് എടുത്തത്. ഏത്തക്ക എല്ലാവർക്കും അറിയാം. ഏത്തക്ക ഞാൻ എടുത്തു. കുറച്ച് ശർക്കര അവിടെ വെച്ചിട്ടുണ്ട്, കുറച്ച് ജിഞ്ചർ പൗഡർ വെച്ചിട്ടുണ്ട്, ജീരകപ്പൊടി, അതായത് ജിഞ്ചർ എന്ന് പറഞ്ഞ എന്തായാലും ഷെഫെ, നമ്മൾക്ക് ഈ ആൻസർ പറഞ്ഞത് ഈ അമ്മയാണ്. അപ്പൊ നമുക്ക് അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? കൊടുക്കാം, ഒരു ഗിഫ്റ്റ് കൊടുക്കാം. നമുക്ക് സൂപ്പർ നോവ കറി പൗഡർ തരുന്ന ഹാമ്പർ ആണ്. അപ്പൊ അടുത്ത ചലഞ്ച് എല്ലാരും ശ്രദ്ധിച്ചിരുന്നോളം. അതെ, പറഞ്ഞോ. ഇതിനകത്ത് കായുണ്ട്, ചേനയുണ്ട്, കടലയുണ്ട്, തേങ്ങയുണ്ട്. കൂട്ടുകറി. ആരാ പേര് പറഞ്ഞേ? വിലാസിനി. വിലാസിനി അമ്മ പറഞ്ഞ വിലാസിനി അമ്മയ്ക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണം. ഇത് എങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റി? ഞാൻ ഈ ഗിരി വന്നിട്ട് 15 വർഷമായി. ഇതിലെല്ലാം പാചകം ഞാൻ സ്റ്റോർ കീപ്പറാണ് ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അല്ല, എന്ത് വിലാസിനി എന്ന് പറഞ്ഞേ? സ്റ്റോർ വിലാസിനി. നല്ലൊരു പണി വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ, നല്ലൊരു പണി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റോർ വിലാസിനി അമ്മക്ക് എന്താണ് കൊടുക്കാൻ പോകുന്നത്? ദക്ഷിൺ ഫുഡ് പ്രോഡക്ട്സിന്റെ ഗിഫ്റ്റ് ഹാമ്പർ അല്ലേ? താങ്ക് യു വെരി മച്ച്. ഭയങ്കര ഹാപ്പി ആയി അല്ലേ? കുറച്ച് ടഫുള്ള കൊടുക്കാൻ പറ്റും. ടഫുള്ള കൊടുക്കാം. 1-2 ഇൻഗ്രീഡിയന്റ് ഞാൻ പറയുള്ളൂ കേട്ടോ. തേങ്ങയുണ്ട്, ജീരകമുണ്ട്, ഉള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, കരിവേപ്പിലുണ്ട്. ചക്ക അതുകൊള്ള പുഴുക്ക്. അടുത്ത ഉത്തരവും നമ്മുടെ രാജമ്മ അമ്മ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. കണ്ട, അപ്പൊ മേജർ അപ്പപ്പൊടി, പാലില്ലാതെ പാലപ്പം. യെസ്, ഈ ഗെയിം സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഷെഫ്, താങ്ക് യു. ശരി, താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത ഒരു ഗെയിമിലേക്ക് പോവാം. നമ്മൾ അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ തർക്കുത്തരം പറയുന്ന ഗെയിമാണ്. എല്ലാവരും റെഡി ആണല്ലോ? ഞാൻ ഒരു ഡെമോ കാണിച്ചു തരാം. നമുക്ക് അവിടെ 2 പേര് വെറുതെ ഇരിക്കും.
ഞങ്ങളോ? ആ ഭയങ്കര തർക്കുത്തരം പറയാറുണ്ടോ വസുന്ധരാമ്മ? തർക്കുത്തരേ പറയാറുള്ളൂ, അതല്ലേ? പക്ഷെ ഇന്ന് തർക്കുത്തരം ഇയാള് പറയാം. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിച്ച് കണ്ടോളാം. നമ്മുടെ ഗെയിം ഇങ്ങനെയാണ്, ഓരോന്ന് ചോദിക്കുന്നതിന് നേരെ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മറുപടി പറയണം. ഓക്കെ, തുടങ്ങാം. നല്ല സുന്ദരി കുട്ടിയാണല്ലോ, എന്താ പേര്? ജോണി എസ് പപ്പ. ആണോ? കൊറേ നാളായോ സ്കൂളിലൊക്കെ പോയിട്ട്? ചേച്ചി നല്ല കമ്മൽ കേട്ടോ, എവിടെ നിന്ന് വാങ്ങി? അല്ല, എന്നോട് പറയാൻ പറ്റില്ലേ കുട്ടിക്ക് ഉത്തരം? നല്ല ചൂട്, ഷോ വയ്യ. അതെയോ? വയ്യെങ്കിലും എവിടെയെങ്കിലും പോയി ഇരുന്നൂടെ? എന്തിനാ ഇവിടെ വന്ന് നിക്കുന്നേ? അവിടെ എത്ര പിള്ളേരുണ്ട്? 5-6 പേരുണ്ടാവും. ഞാൻ പറയട്ടെ? ഹായ് ചേട്ടാ. അല്ല, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പറ്റുമോ? നല്ല സാരി കേട്ടോ. സാരി ഏതാ കളറ്? സാരിയുടെ കളർ എന്താ? ഇത് കറുത്ത മൈക്കാണ്. കളറ് പറഞ്ഞോ? സാരിയുടെ കളർ എന്ന് പറയുമ്പോൾ ഏതോ ഒരു കളർ പറഞ്ഞു, അതുകൊണ്ട് അത് തെറ്റി. ഓക്കെ, ഇങ്ങനെ ആവട്ടോ. ഇങ്ങനെ എത്ര നേരം മാക്സിമം പോകാൻ പറ്റുമോ അത്രയും നേരം നിൽക്കുന്നവർക്കാണ് നമ്മുടെ സമ്മാനം ഉള്ളത്. എന്താണ് പേര്? എനിക്ക് ഷർട്ടിന്റെ കളർ നല്ല ഇഷ്ടമായി. ഓ, ഇത് പച്ച കളറല്ലേ? ആ സാരിയും എനിക്കിഷ്ടായി. താങ്ക് യു. അപ്പൊ പിന്നെ അവളെ ഇഷ്ടപ്പെട്ടില്ല? ഒരു കാക്കേണിന്റെ പോട. ഈ മാഡത്തിന് എനിക്ക് നല്ല ഇഷ്ടമായി. 2 ഇല ഞാൻ എടുത്തിട്ട് കയ്യിൽ തരട്ടെ ഞാൻ. അങ്ങനെ ഈ മുണ്ടിന്റെ കട എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് ഈ മുന്തയച്ച് തരാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു കൈ കൊടുക്കാൻ. അടിപൊളി. അപ്പൊ ഗീതാമ്മയ്ക്ക് നമ്മള് സ്പൈസ് ബാസ്കറ്റ് പൊടി നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. സ്പൈസ് ബാസ്കറ്റ് മായമില്ലാതെ 100% നാച്ചുറൽ സ്പൈസസ് ആൻഡ് സ്പൈസസ് പൗഡർ. സ്പൈസ് ബാസ്കറ്റ് പൊടിയുടെ ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കെ, ഹാപ്പി ആണല്ലോ? ഹാപ്പി അല്ല എന്ന് പറ, അപ്പൊ നല്ല തർക്കുത്തരാവും. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പോകേണ്ടത് നല്ലൊരു എന്താ പറയുക, അഭിനയ മികവ് കാണിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ആരൊക്കെ ഉണ്ട് അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ? വാ. നീ ഇവിടെ നിന്ന് പോയാൽ ഞാൻ എന്നും ഇവിടെ ഇരുന്ന് കറുത്തമ്മയെ ഓർത്ത് ഉറക്കി ഉറക്കി പാടും. പാടി പാടി ചങ്ക് പൊട്ടിച്ചാകും. ഞാൻ എന്നും ഇവിടെ ഇരുന്ന് കറുത്തമ്മയെ ഓർത്ത് ഉറക്കി ഉറക്കി പാടും. പാടി പാടി ചങ്ക് പൊട്ടിച്ചാകും. എന്റെ കൊച്ചു മുതലാളി. അപ്പൊ നമ്മുടെ ഗീതാമ്മയ്ക്ക് ഫിസി ഐസ്ക്രീം നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് പ്രോഡക്ട്സ് ആണ്. ശുദ്ധമായ വയനാടൻ പാലിന്റെയും പഴച്ചാറുകളുടെയും യഥാർത്ഥ മിശ്രിതം ഫിസി ഐസ്ക്രീം, ശുദ്ധമായ ഐസ്ക്രീം. പരീക്കുട്ടി, ഞാൻ ഈ കടാപ്പുറത്ത് പാടി പാടി ഐസ്ക്രീം കഴിച്ചോണ്ട് നടക്കും. അങ്ങനെ ഞങ്ങളുടെ ഒരു വിഷു ആഘോഷം ഇന്ന് ഈ അമ്മമാരുടെ കൂടെ ഇന്ന് ഇവിടെ നമ്മൾ അവസാനിക്കാൻ പോവാണ്. ഇത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു വിഷു ഈ അടുത്തൊന്നും, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഇങ്ങനൊരു വിഷു ഞാൻ ആഘോഷിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവും കൂടിയാണിത്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു വിഷുവാണ്. താങ്ക് യു. എനിക്കും അതുപോലെ തന്നെ ഇത്രയും അമ്മമാരെ ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. സൂര്യ TV സീരിയലൊക്കെ കാണുന്ന ആൾക്കാരാണ് നമ്മുടെ അമ്മമാരെല്ലാവരും ഉള്ളത്. നമ്മുടെ മാംഗല്യം തന്തുനാനയിലെ നായിക നിധിയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എനിക്കും വളരെ ഒരു നല്ലൊരു ഡേ ആയിരുന്നു. നിങ്ങളെ എല്ലാ അമ്മമാരെയും കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, അമ്മമാരുടെ കഴിവുകൾ കാണാൻ പറ്റി. ഇവിടെ ഓരോരുത്തർക്ക് നിക്നെയിം ഉണ്ടെന്ന് ഇന്ന് അറിയാൻ പറ്റി. സോ വളരെ സന്തോഷം. നിങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട്, വളരെ എന്താ പറയാ, ആരോഗ്യത്തോടെ കുറെ കാലം ജീവിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിനോട്. അതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങള് സൂര്യ TVയിലുള്ള എല്ലാ ആർട്ടിസ്റ്റിനും തരണം. എല്ലാവരും സീരിയൽ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം മാംഗല്യം തന്തുനാനയിലെ വില്ലത്തി, ഓക്കെ, നിങ്ങളെല്ലാവരും പേടിച്ച് നടക്കുന്ന ഒരാളുണ്ട്. അയാളെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. അപ്പൊ എന്തായാലും എല്ലാ അമ്മമാർക്കും വേണ്ടി കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. എന്തായാലും എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. അടുത്ത ആളെ നേരിനെ വിളിച്ചോ. നമ്മുടെ ചന്ദ്രിക, സീരിയലിലെ ചന്ദ്രികയെ വിളിക്കാണ്. നല്ല കുറച്ച് അമ്മമാരുടെ കൂടെ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഈ വിഷു ദിനം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം ഒരു സദ്യ കഴിക്കാൻ പറ്റി, കുറെ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ പറ്റി. ഒരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഇത്തരം ഒരു അവസരം ഒരുക്കി തന്നതിന് സൂര്യ TVയുടെ പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ സീരിയൽസ് എല്ലാവരും കാണുക. ഓക്കെ, താങ്ക് യു.